പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു എക്സാംസ് എഴുതണം. പുതിയ മാറ്റങ്ങൾ എന്തൊക്കെ വന്നു എന്ന് പറയും. അധ്യാപകർക്ക് എല്ലാ 2 വർഷം കൂടുമ്പോഴും എക്സാംസ് എഴുതുന്ന രാജ്യങ്ങളുണ്ട്. എഡ്യൂക്കേഷനിൽ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായത് എന്ന് അവരറിയുന്നതിനുണ്ട്. ബിസിനസ്സിൽ സ്ട്രാറ്റജിക്കലി കുറേ സാധനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഗൾഫിലെ വാർ വരുമ്പോൾ എന്ത് സ്ട്രാറ്റജി ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഏത് രാജ്യത്തേക്കായിരിക്കണം ഇനി നമ്മൾ തുടങ്ങേണ്ടത്, ഇങ്ങനെ എല്ലാറ്റിനും ട്രെയിനിങ്ങുകളുണ്ട്. ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ. പക്ഷെ അധ്യാപകരെക്കാൾ കൂടുതൽ ട്രെയിനിങ് കിട്ടേണ്ടുന്ന ആളുകൾ സത്യത്തിൽ രക്ഷിതാക്കളാണ്. ഞാനൊരു രക്ഷിതാവാണ്, എൻ്റെ മക്കളും പഠിക്കുന്നുണ്ട്. അപ്പോൾ അധ്യാപകരെക്കാൾ കൂടുതലായിട്ട് ട്രെയിനിങ് കിട്ടേണ്ടത് നമ്മളുടെ രക്ഷിതാക്കളാണ്. ഇതെന്താ അങ്ങനെ പറയാൻ കാരണം, ഉദാഹരണത്തിന് ടീച്ചർ എന്ന് പറയുമ്പോൾ PPTTC കഴിഞ്ഞ ആളുകളുണ്ടാവും. അവർ LKG UKG എന്നൊക്കെ പറയുന്ന ആ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് എങ്ങനെ, അവരുടെ സൈക്കോളജി എങ്ങനെ, അവരുടെ ഫിസിയോളജി എങ്ങനെ, അവരുടെ വളർച്ച എങ്ങനെ, അവരുടെ മെൻറ്റാലിറ്റി എങ്ങനെ, അവരെ പഠിപ്പിക്കേണ്ടത് എങ്ങനെ, അവരുടെ അറ്റാച്ച്മെൻറ്റിൽ നിൽക്കേണ്ടത് എങ്ങനെ എന്ന് ആ ടീച്ചേഴ്സ് പഠിക്കും. എന്നാൽ PTCയിലേക്ക് കിടക്കുമ്പോൾ ഏകദേശം 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ മെൻറ്റാലിറ്റി എന്താണ്, അവരുടെ ബിഹേവിയർ എന്താണ്, അവരുടെ അപ്രോച്ച് എന്താണ്, അവരുടെ സ്റ്റാൻസ് എന്തൊക്കെയാണ്, അവരുടെ സൈക്കോളജി എന്താണ്, അത് ആ TTCക്കാർ പഠിക്കും. PPTTCയിൽ പഠിക്കാനുള്ളത് ചിലപ്പോൾ TTCയിൽ ഉണ്ടാകുന്നില്ല. ഇനി BEd എന്ന് പറയുമ്പോൾ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, PG കഴിഞ്ഞിട്ടാണ് BEd എങ്കിൽ +2 വരെയുള്ള കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അതിൻ്റെ വിധം എന്തൊക്കെയാണ്, എന്താണ് അഡോൾസൻസ് ഇഷ്യൂസ് എന്തൊക്കെയാണ്, എന്താണ് പ്രീ ഗ്യാങ് സ്റ്റേജ്, എന്താണ് ഗ്യാങ് സ്റ്റേജ്, അവർ ഗ്യാങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഗ്യാങ്ങിലേക്ക് പോയാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ BEdന് 2 വർഷം പഠിക്കാൻ. ആദ്യം 1 വർഷമായിരുന്നു, പിന്നെ 2 വർഷമായി, പിന്നെ MD PhD ഒക്കെ അതിലുണ്ട്. പക്ഷേ സത്യത്തിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളറിയുന്ന രക്ഷിതാക്കൾക്ക് ചെറിയ കുട്ടികളുണ്ടാകും, +2 പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഒരു പാറ്റേൺ മാത്രം പഠിച്ചാൽ പോരാ. അപ്പോൾ +2 പഠിപ്പിക്കുന്ന ആളുകൾക്ക് ആ പ്രായത്തിലുള്ള കുട്ടികളെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് പഠിച്ചാൽ മതി. നെറ്റ് എഴുതിയിട്ട് അഥവാ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതിയിട്ട് ലെക്ചർഷിപ്പ് നടത്തുന്ന കുട്ടികൾ, അല്ലെങ്കിൽ അധ്യാപകർ, ലെക്ചറിങ് നടക്കുന്ന ആളുകൾ, കോളേജ് അധ്യാപകർ, അവർ കോളേജ് തലത്തിലുള്ള കുട്ടികളുടെ മെൻറ്റാലിറ്റി, അവരുടെ അവസ്ഥകൾ, അവർക്ക് എങ്ങനെയാണ് ഗ്രാസ്പിംഗ് പവർ, അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് മോൾഡ് ചെയ്യുന്നത്, അവരുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണ്, അവരുടെ സോഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്, ഇങ്ങനെ കുറേ